ബാബു. അല്ല, അത് മതേതരത്വത്തിന് വിഘാതം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ടല്ല. ഇവരുടെയൊക്കെ ചെയ്തികൾ പുറത്തു വരും, ജനങ്ങൾ അറിയും. വിഭജനത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്, ഈ നാട് വെട്ടിമുറിക്കപ്പെടാനുള്ള കാരണം ആര് മൂലമാണ് വെട്ടിമുറിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രമൊക്കെ പുറത്തേക്കിടും. ഇവിടെ ശ്രീ സേനാപതി വേണു പറഞ്ഞു RSSന് എന്താണ് പങ്ക്, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്ക്, അവരൊരു പങ്കും വഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സേനാപതി വേണു വിചാരിക്കുന്നത് സോണിയ കോൺഗ്രസ് ആയിരുന്നു 1947 മുമ്പുള്ള കോൺഗ്രസ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഇന്ത്യൻ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കോൺഗ്രസ് എല്ലാവരുടെയും കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസ്സിൽ ഹിന്ദു മഹാസഭക്കാരുണ്ടായിരുന്നു, ആ കോൺഗ്രസ്സിൽ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു, ആ കോൺഗ്രസ്സിൽ വിപ്ലവകാരികളുണ്ടായിരുന്നു. അപ്പോൾ ആ കോൺഗ്രസ് എല്ലാവരുടെയും പബ്ലിക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അതുകൊണ്ട് ആ കോൺഗ്രസിനെ ചേർന്നുകൊണ്ടാണ് എല്ലാവരും സമരം ചെയ്തത്. ഇപ്പോൾ RSSകാർ സമരത്തിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചു, പങ്കെടുത്തു. 1930 നിസ്സഹകരണ സമരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപക നേതാവ് 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട്. 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു.